അങ്ങനെ ആയിഷുമോൾ ഇപ്പോഴും നല്ല ഉറക്കം തന്നെയാണ്. എന്തിനായാലും ഈ ഒരു ട്രിപ്പിൻ്റെ അവസാന നിമിഷത്തിലാണ് ഞാനിങ്ങനെ ഓർത്തത്. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഉപയോഗിച്ച ഗതാഗത മാർഗ്ഗങ്ങൾ, വീട്ടിൽ നിന്ന് കാറ് ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി, അവിടുന്ന് ട്രെയിനിൽ കയറി കൊച്ചിയിലെത്തി, കൊച്ചിയിൽ നിന്ന് ഷിപ്പിൽ കയറി ദ്വീപിലെത്തി, ദ്വീപിൽ നിന്ന് ഒരു സാധാ ബോട്ട് ഉപയോഗിച്ച് മറ്റേ ദ്വീപിലേക്ക് പോയി, അവിടുന്ന് ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് ബസ്സിൽ വേണം നാട്ടിലെത്താൻ. എല്ലാ ഗതാഗത മാർഗ്ഗങ്ങളും ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട് ഏകദേശം എത്താനായി. ഇതേപോലുള്ള യാത്രകളൊക്കെ ചെയ്യുക, അതേപോലെ മക്കളെ യാത്രയിൽ ഉൾപ്പെടുത്തുക. അവർ ഈ ലോകം കണ്ട് വളരട്ടെ, മക്കൾ വലുതാവട്ടെ. അല്ലെങ്കിൽ മക്കളെ നമ്മൾ അല്ലാത്ത ട്രിപ്പുകൾ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നവർ അവരെ യാത്രയിൽ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ഈ ഒരു യാത്രയിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഈ ആളുകളുമായിട്ട് മിങ്കിളാവുന്നതും അതേപോലെ യാത്രയിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവർ ശീലിച്ച് വളരണം എന്നുള്ളതാണ് ഈ ഒരു യാത്രയിൽ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി, അവിടുന്ന് ഫ്ലൈറ്റിൻ്റെ അടുത്തുനിന്ന് ബസ്സിൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് വന്ന്, ഇനി ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് കലാശിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടുന്ന് നമുക്ക് കൂടെ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരാളെയും കൂടി ഇവിടുന്ന് കിട്ടി. അങ്ങനെ നേരെ ഊബർ രണ്ടുപേരും കൂടി ഷെയറായിട്ട് ഊബർ ബുക്ക് ചെയ്ത് വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ കുറേ നേരം കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഒട്ടും പരിചയമില്ലാത്ത മലപ്പുറത്തുള്ള ഒരാൾ, പുള്ളി നമ്മളുടെ എല്ലാവിധ ഹെൽപ്പിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കലാശിപ്പാളയം എത്തി, റൂമെടുത്ത് അങ്ങനെ ബസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് രാത്രി 9:15 ബസ് വന്ന് നമ്മൾ ഈ ബസ്സിൽ കയറി. സ്ലീപ്പറായിരുന്നു എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ സീറ്റിൽ കയറി കിടന്ന് ഉറങ്ങി. രാവിലെ ആകുമ്പം നാട്ടിലെത്തും. അങ്ങനെ ഇതോട് കൂടിയിട്ട് ഈ ഒരു ലക്ഷദ്വീപ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി ഇതേപോലുള്ള മറ്റേതെങ്കിലും ഒരു യാത്രയിൽ എപ്പിസോഡുകളുമായിട്ട് വീണ്ടും കാണാം.